ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും PSC വിന്നിംഗ് ഷോട്ട്സിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ നോക്കാൻ പോകുന്നത് ഇന്ന് നടന്ന തിരുവനന്തപുരം LDC പരീക്ഷയുടെ ചോദ്യപേപ്പറാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. അപ്പോൾ നമ്മൾ എല്ലാവരും ബാക്കി ജില്ലകളിലേക്ക് അപ്ലൈ ചെയ്തിരിക്കുന്ന എല്ലാവരും എന്ത് ചെയ്യുക, തീർച്ചയായിട്ടും ഈ ചോദ്യപേപ്പർ ചെയ്തു നോക്കുക. ഇതേ മോഡലുള്ള പരീക്ഷകൾ തന്നെ ആയിരിക്കും വരാൻ പോകുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, ഒന്ന് ലൈക്ക് ചെയ്യുക. താഴെ കൊടുത്തിരിക്കുന്നവയിൽ ശരിയായ കാലഗണനാക്രമം ഏത്? വൈക്കം സത്യാഗ്രഹം, ചന്നാർ ലഹള, ക്ഷേത്രപ്രവേശന വിളംബരം, മലബാർ കലാപം. ഏതാണ് ആദ്യം? ചന്നാർ ലഹള, അത് കഴിഞ്ഞ് മലബാർ കലാപം, അത് കഴിഞ്ഞ് വൈക്കം സത്യാഗ്രഹം, അത് കഴിഞ്ഞ് ക്ഷേത്രപ്രവേശന വിളംബരം. ഓപ്ഷൻ ബി ആണ് കറക്റ്റ് ആൻസർ കേട്ടോ, ഓപ്ഷൻ ബി. രണ്ടാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകൾ പരിശോധിച്ച് ശരിയായവ കണ്ടെത്തുക. പ്രവർത്തിക്കുക അല്ലെങ്കിൽ മരിക്കുക എന്നത് ക്വിറ്റ് ഇന്ത്യ സമരത്തിലെ മുദ്രാവാക്യമാണ്. ജാലിയൻ വാലാബാഗ് ദുരന്തം നടന്നത് 1921 ഏപ്രിൽ 13 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ ഒരു വധശ്രമം നടന്നു. രണ്ടാം വട്ടമേശ സമ്മേളനം 1931 സെപ്റ്റംബറിൽ ലണ്ടനിൽ വെച്ച് നടന്നു. അപ്പോൾ ഇതിൽ ശരിയായവ കണ്ടെത്താനാണ് 1, 3, 4 കേട്ടോ. 1, 3, 4 ശരിയാണ്. 1948 ജനുവരി 20 ഗാന്ധിജിയുടെ നേരെ വധശ്രമം നടന്നിട്ടുണ്ട് കേട്ടോ. മദൻലാൽ പവ എന്ന് പറയുന്ന ഒരാൾ വെടിവെച്ച് കൊല്ലാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ കേട്ടോ, ഓപ്ഷൻ സി ആണ്. മൂന്നാമത്തെ ചോദ്യം, താഴെ കൊടുത്തിരിക്കുന്ന പ്രസ്താവനകളിൽ നോർത്ത് അറ്റ്ലാന്റിക് ട്രീറ്റി ഓർഗനൈസേഷനുമായി ബന്ധപ്പെട്ട് നാറ്റോയുമായി ബന്ധമില്ലാത്തത് ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ബന്ധമില്ലാത്തത് ഏത്? 1949 ഇത് സ്ഥാപിതമായത്. ശരിയാണ്. ഇതിൻ്റെ ആസ്ഥാനം ജനീവയാണ്, തെറ്റാണ്. ഇതിൽ അവസാനമായി ചേർന്ന രാജ്യം സ്വീഡനാണ്. റഷ്യ യുക്രൈൻ യുദ്ധത്തിന് കാരണമായത് ഈ സംഘടനയിൽ ചൈനയുടെ അംഗത്വ പ്രവേശനമാണ്. അപ്പോൾ ബന്ധമില്ലാത്തത് ഏതാണ്? 2ഉം 4ഉം കേട്ടോ, 2ഉം 4ഉം 2ഉം 4ഉമാണ് ബന്ധമില്ലാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. നാലാമത്തെ ചോദ്യം, താഴെ കൊടുത്ത ജോഡികളിൽ തെറ്റായ ജോഡി ഏതാണ്? ഇതിൽ സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നുള്ളത് തെറ്റാണ് കേട്ടോ. സ്പിരിറ്റ് ഓഫ് ലോ വോൾട്ടയർ എന്നുള്ളത് തെറ്റാണ്. ഓപ്ഷൻ എ ആണ് കേട്ടോ, ഓപ്ഷൻ എ ആണ് ഇവിടെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ, ഓപ്ഷൻ എ. അഞ്ചാമത്തെ ചോദ്യം, താഴെ കൊടുത്തവയിൽ ഖാൻ അബ്ദുൽ ഗാഫർ ഖാനുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവന ഏത്? അതിർത്തി ഗാന്ധി എന്ന പേരിൽ അറിയപ്പെടുന്നു. 1988 ജനുവരി 20 അന്തരിച്ചു. 1987 ഭാരതരത്നം ലഭിച്ചു. ഖുദായി ഖിദ്മത്ഗാർ എന്ന സംഘടന രൂപീകരിച്ചു. ഇതിലെ എല്ലാം ശരിയാണ് കേട്ടോ, ഇതിൽ എല്ലാം ശരിയാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. ആറാമത്തെ ചോദ്യം, സ്വാതന്ത്ര്യാനന്തരം സംസ്ഥാന പുനഃസംഘടനാ കമ്മീഷൻ രൂപീകരിച്ചു. ഇതുമായി ബന്ധപ്പെട്ട താഴെ കൊടുത്ത പ്രസ്താവനകളിൽ ശരിയേത്? ഇത് രൂപീകരിച്ചത് 1953 ഇത് ഷാ കമ്മീഷൻ എന്ന പേരിലും അറിയപ്പെടുന്നു. ഫസൽ അലി, HN കുൻസ്രു എന്നിവർ ഇതിൽ അംഗമായിരുന്നു. ഈ കമ്മീഷന്റെ നിർദ്ദേശപ്രകാരം ആദ്യം രൂപീകരിച്ച സംസ്ഥാനം ആന്ധ്രാപ്രദേശാണ്. ഇതിൽ രണ്ടാമത്തത് തെറ്റാണ്, ബാക്കിയെല്ലാം ശരിയാണ്. അപ്പോൾ ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1, 3, 4 എന്നിവ ശരിയാണ്. ഏഴാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാം? അന്തരീക്ഷത്തിന്റെ ഏറ്റവും താഴത്തെ പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. നൈട്രസ് ഓക്സൈഡ് ഒരു ഹരിതഗൃഹവാതകമാണ്. ഗ്രാനൈറ്റ് ഒരുതരം അവസാദ ശിലയാണ്. അളകനന്ദ, ഭഗീരഥി എന്നീ നദികൾ ദേവപ്രയാഗിൽ വെച്ച് കൂടിച്ചേരുന്നു. ഇതിൽ തെറ്റായ പ്രസ്താവനകൾ ഏതെല്ലാമാണെന്ന് ചോദിച്ചേക്കുന്നത് 1ഉം 3ഉം ആണ് കേട്ടോ. 1ഉം 3ഉം. അന്തരീക്ഷത്തിലെ ഏറ്റവും താഴ്ന്ന പാളി സ്ട്രാറ്റോസ്ഫിയർ എന്നറിയപ്പെടുന്നു. അതേപോലെ തന്നെ മൂന്നാമത് ഗ്രാനൈറ്റ് ഒരുതരം അവസാദ ശിലയാണ്. ഇതെന്താണ്? തെറ്റായ പ്രസ്താവനകളാണ് കേട്ടോ, ഓപ്ഷൻ ബി ആണ് ആൻസർ. എട്ടാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏത്? താഴെ പറയുന്നവയിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ സമുദ്രജല പ്രവാഹം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത്. കൊടുത്തിരിക്കുന്നതിൽ അഗുൽഹാസ് പ്രവാഹം കേട്ടോ, അഗുൽഹാസ് പ്രവാഹമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. ഒൻപതാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. താഴെ പറയുന്നവയിൽ ശരിയായ പ്രസ്താവനകൾ ഏതെല്ലാം? ഇന്ത്യൻ സ്റ്റാൻഡേർഡ് സമയം ഗ്രീനിച്ച് സമയത്തേക്കാൾ 5.5 മണിക്കൂർ മുന്നിലാണ്. തമിഴ്നാട്ടിലെ കൂടംകുളത്ത് ഒരു ഭൗമ താപോർജ്ജ നിലയം സ്ഥിതി ചെയ്യുന്നു. ഗുജറാത്തിൻ്റെ തലസ്ഥാനം അഹമ്മദാബാദാണ്.
സത്ലജ് സിന്ധു നദിയുടെ പോഷക നദിയാണ്. ശരിയായ പ്രസ്താവനകൾ ആണ് ചോദിച്ചേക്കുന്നത്. 1ഉം 4ഉമാണ് ശരിയായ പ്രസ്താവന കേട്ടോ. 1ഉം 4ഉമാണ് ഇതിൽ ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. 10ാമത്തെ ചോദ്യം, ഉഷ്ണമേഖലാ ചുഴലിക്കാറ്റുകൾ അറ്റ്ലാന്റിക് മേഖലയിൽ എന്തു പേരിൽ അറിയപ്പെടുന്നു? ഹരിക്കെയിൻ കേട്ടോ. ഓപ്ഷൻ ഡി ഹരിക്കെയിൻ. 11ാമത്തെ ചോദ്യം, കൊല്ലം കോട്ടപ്പുറം വരെ നീണ്ടു കിടക്കുന്ന ദേശീയ ജലപാത ഏത്? സ്ഥിരം ചോദ്യമാണ്. NW3. നമ്മൾ ചർച്ച ചെയ്ത മുൻവർഷ ചോദ്യങ്ങളിലും അത് ഒരുപാട് പ്രാവശ്യം എടുത്ത് ചോദിച്ചാണ്. NW3 ആണ് കേട്ടോ കൊല്ലം കോട്ടപ്പുറം. ഓപ്ഷൻ സി ആണ് ആൻസർ. 12ാമത്തെ ചോദ്യം, 2024 ലോക പരിസ്ഥിതി ദിനാഘോഷങ്ങൾക്ക് ആതിഥ്യം വഹിച്ച രാജ്യം ഏത്? സൗദി അറേബ്യ കേട്ടോ. ഓപ്ഷൻ ബി സൗദി അറേബ്യയാണ്. 13ാമത്തെ ചോദ്യം, ഇന്ത്യയിലെ ഹരിത വിപ്ലവത്തിൻ്റെ ഭാഗമല്ലാത്ത പ്രസ്താവന ഏത്? ആധുനിക സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കാർഷികോൽപാദനത്തിൽ വൻ വർധനവ് സൃഷ്ടിച്ചു. ഭക്ഷ്യോൽപാദന രംഗത്ത് ഇന്ത്യ സ്വയം പര്യാപ്തത കൈവരിച്ചു. ജലസേചന സൗകര്യങ്ങൾ, അത്യുൽപാദന ശേഷിയുള്ള വിത്തിനങ്ങൾ, രാസവളങ്ങൾ, കീടനാശിനികൾ എന്നിവ വ്യാപകമായി ഉപയോഗിക്കപ്പെട്ടു. 1ാം പഞ്ചവത്സര പദ്ധതി മുതൽ ഹരിത വിപ്ലവം ആരംഭിച്ചു. ഇതിൽ ശരിയായ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാഗമല്ലാത്ത പ്രസ്താവനകൾ, ഭാഗമല്ലാത്ത പ്രസ്താവന എന്ന് പറഞ്ഞാൽ 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 ശരിയല്ല കേട്ടോ. 1, 2, 3 ശരിയാണ്. പ്രസ്താവന 4 എന്താണ്? ശരിയല്ല. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറായിട്ട് വരുന്നത്. 14ാമത്തെ ചോദ്യം, ഗോതമ്പ്, നെല്ല്, ചോളം, പയറുവർഗ്ഗങ്ങൾ എന്നിവ ഇന്ത്യയിലെ പ്രധാന 4 ഭക്ഷ്യവിളകളാണ്. 2023 കണക്കുകൾ പ്രകാരം ഇവയുടെ ഉൽപ്പാദനത്തിൻ്റെ തോതനുസരിച്ചുള്ള ശരിയായ സ്ഥാനക്രമം കണ്ടെത്തുക. ആദ്യം വരുന്നത് നെല്ലാണ്, 2ാമത് വരുന്നത് ഗോതമ്പാണ്, 3ാമത് വരുന്നത് ചോളമാണ്, 4ാമത് വരുന്നത് പയറുവർഗ്ഗങ്ങൾ. ഓപ്ഷൻ ബി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസറായിട്ട് വരുന്നത്. 15ാമത്തെ ചോദ്യം, റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുമായി ബന്ധപ്പെട്ട് 2 പ്രസ്താവനകൾ നൽകിയിരിക്കുന്നു. ഇവയെ സംബന്ധിച്ച ശരിയായ ഓപ്ഷൻ കണ്ടെത്തുക. റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ ഒരു പ്രധാന പണനയ ഉപാധിയാണ് റിപ്പോ റേറ്റ്. 2024 ഏപ്രിൽ മാസത്തിൽ ചേർന്ന റിസർവ് ബാങ്ക് ഓഫ് ഇന്ത്യയുടെ പണനയ സമിതി റിപ്പോ റേറ്റ് 6.50% നിലനിർത്താൻ തീരുമാനിച്ചു. ഇതിൽ പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. അതാണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസറായിട്ട് വരുന്നത്. 16ാമത്തെ ചോദ്യം പോവാം. ഇന്ത്യൻ സമ്പദ്ഘടനയെ സ്വാധീനിച്ച ചില പ്രധാന നയങ്ങൾ താഴെ നൽകിയിരിക്കുന്നു. കാലഗണനയനുസരിച്ച് ഇവയെ ശരിയായ ക്രമം ഏതെന്നാണ് ചോദിച്ചേക്കുന്നത് കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസറെ. 2ാമത്തത് ആസൂത്രണ കമ്മീഷൻ്റെ രൂപീകരണം, അത് കഴിഞ്ഞ് ഭൂപരിഷ്കരണം, അത് കഴിഞ്ഞ് ബാങ്ക് ദേശസാൽക്കരണം, അത് കഴിഞ്ഞാണ് 500, 1000 നോട്ടുകളുടെ നിരോധനം. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 17ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നൽകിയിരിക്കുന്ന പ്രസ്താവനകൾ ശ്രദ്ധിച്ച് ശരിയായ ഓപ്ഷൻ തിരഞ്ഞെടുക്കുക. പ്രസ്താവന 1, സാമ്പത്തിക വളർച്ച കൈവരിക്കുക എന്നത് പഞ്ചവത്സര പദ്ധതികളുടെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നായിരുന്നു. പ്രസ്താവന 2, രാഷ്ട്രത്തിൻ്റെ സാമ്പത്തിക വളർച്ചയ്ക്ക് അടിത്തറ പാകിയതും ത്വരിതപ്പെടുത്തിയതുമായ നിരവധി പദ്ധതികൾ 12ാം പഞ്ചവത്സര പദ്ധതികളുടെ രാജ്യത്ത് നടപ്പാക്കി. ഇതിൽ ആൻസർ ഏതാണ്? പ്രസ്താവന 1ഉം 2ഉം ശരിയാണ്. പ്രസ്താവന 2 പ്രസ്താവന 1ൻ്റെ വിശദീകരണമാണ്. ഓപ്ഷൻ എ ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ എ ആണ് അതിൻ്റെ ആൻസറായിട്ട് വരുന്നത്. 18ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. നീതി ആയോഗിൻ്റെ ചില സംരംഭങ്ങളും അവയുടെ ലക്ഷ്യങ്ങളും താഴെ നൽകിയിരിക്കുന്നു. ഓരോ സംരംഭത്തിൻ്റെയും ലക്ഷ്യത്തെ സൂചിപ്പിക്കുന്ന ഓപ്ഷൻ കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഏതാണ്? ഓപ്ഷൻ സി ആണ് കേട്ടോ കറക്റ്റ്. ഓപ്ഷൻ സി കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസറായിട്ട് വരുന്നത്. 19ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. 1991 ഇന്ത്യ നടപ്പിലാക്കിയ പുത്തൻ സാമ്പത്തിക നയവുമായി ബന്ധപ്പെട്ട ശരിയായ പ്രസ്താവനകൾ കണ്ടെത്തുക. ഇതിൽ ഓപ്ഷൻ ഡി ആണ് കേട്ടോ ആൻസറായിട്ട് വരുന്നത്. പ്രസ്താവന 2, 3 ശരിയാണ്. പ്രസ്താവന 1, 4 ശരിയല്ല. 20ാമത്തെ ചോദ്യം. ഇന്ത്യൻ ഭരണഘടന ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയെ കുറിച്ച് ശരിയായ വസ്തുത താഴെ തന്നിരിക്കുന്നവയിൽ ഏതാണ്? ഇതിൽ
ഒന്നാമത്തത് BR അംബേദ്കർ ആയിരുന്നു അധ്യക്ഷൻ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ. അതേപോലെ തന്നെ 7 അംഗങ്ങളെ ഉൾപ്പെടുത്തി രൂപീകരിക്കപ്പെട്ട കമ്മിറ്റി. ഇത് രണ്ടുമാണ് ശരി കേട്ടോ. അതായത് 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 21ാമത്തെ ചോദ്യം, സാർവത്രിക വോട്ടവകാശം, മത്സരിക്കാനുള്ള അവകാശം എന്നിവയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായ വസ്തുതകൾ ഏതാണ്? ഓപ്ഷൻ ഡി ആണ് ആൻസർ. 1ഉം 3ഉം ശരിയാണ് കേട്ടോ. സാർവത്രിക വോട്ടവകാശത്തിൻ്റെ അടിസ്ഥാനത്തിൽ വേണം ലോക്സഭാ നിയമസഭാ തിരഞ്ഞെടുപ്പുകൾ നടത്തേണ്ടതെന്ന് വകുപ്പ് 326 പ്രതിപാദിക്കുന്നു. അതേപോലെ തന്നെ 1989 61ാം ഭേദഗതിയിലൂടെ വോട്ടവകാശത്തിനുള്ള പ്രായം 21 നിന്നും 18 കുറച്ചു കേട്ടോ. അത് 3ഉമാണ്. 1ഉം 3ഉമാണ് ശരി. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. 22ാമത്തെ ചോദ്യം, രാജ്യസഭയുടെ പ്രത്യേക അധികാരങ്ങളെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവന ഏതാ? 1ഉം 2ഉമാണ് കേട്ടോ ശരി. സംസ്ഥാനങ്ങളെ ബാധിക്കുന്ന എല്ലാ പ്രശ്നങ്ങളും രാജ്യസഭയുടെ അംഗീകാരത്തിനും പരിഗണനയ്ക്കും വിടണം. സംസ്ഥാന പട്ടികയിലെ വിഷയങ്ങൾ രാജ്യത്തിൻ്റെ പൊതു താൽപ്പര്യം പരിഗണിച്ച് യൂണിയൻ ലിസ്റ്റിലോ കൺകറന്റ് ലിസ്റ്റിലോ മാറ്റണമെങ്കിൽ അത് രാജ്യസഭയുടെ അംഗീകാരം വേണം കേട്ടോ. അത് 2ഉമാണ് ശരി. ബാക്കി 2ഉം എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ബി ആണ് ആൻസർ. 23ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഘടനയെക്കുറിച്ചുള്ള ഉചിതമായ പ്രസ്താവന ഏതാ? മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ചെയർമാൻ, മുൻ സുപ്രീം കോടതി ജഡ്ജി, മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അംഗങ്ങളായി വരുന്നു. മുൻ ഹൈക്കോടതി ജഡ്ജിമാരായിട്ടുള്ള 2 പേർ എക്സ് ഒഫീഷ്യോ വരുന്നു. മനുഷ്യാവകാശങ്ങളെ സംബന്ധിച്ചുള്ള വിഷയങ്ങളിൽ അറിവും പ്രായോഗിക പരിചയമുള്ള 2 പേർ അംഗങ്ങളായി വരുന്നു. 1, 2, 4 കേട്ടോ. 1, 2, 4 ശരിയാണ്. 3ാമത്തെ എന്താണ്? തെറ്റാണ് കേട്ടോ. 3ാമത്തത് തെറ്റാണ്. 1, 2, 4 ശരി. ഓപ്ഷൻ എ ആണ് ആൻസർ. 24ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേന്ദ്ര യുവജനകാര്യ കായിക വകുപ്പ് കൈകാര്യം ചെയ്യുന്നത് ആരാണ്? മൻസുഖ് മാണ്ഡവ്യ കേട്ടോ. മൻസുഖ് മാണ്ഡവ്യയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 25ാമത്തെ ചോദ്യം, ഇന്ത്യയുടെ രാഷ്ട്രപതിയായ ദ്രൗപദി മുർമുവിനെ സംബന്ധിക്കുന്ന ശരിയായ പ്രസ്താവനകൾ ഇവയിൽ ഏതാണ്? 15ാമത്തെ പ്രസിഡന്റ്, 14ാമത്തെ പ്രസിഡന്റ്, 2015 മുതൽ 21 വരെ ജാർഖണ്ഡ് ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. 2015 മുതൽ 2021 വരെ ഒഡീഷ ഗവർണറായി സേവനമനുഷ്ഠിച്ചിട്ടുണ്ട്. ഇതിൽ 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവനകൾ കേട്ടോ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 26ാമത്തെ ചോദ്യം, 2023 ഇന്ത്യൻ റിപ്പബ്ലിക് ദിനാഘോഷത്തിൽ മുഖ്യ അതിഥിയായിരുന്നത് അബ്ദുൽ ഫത്താഹ് അൽ സിസി ഏത് രാജ്യത്തെ പ്രസിഡന്റാണ്? ഏതാണ്? അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ് കേട്ടോ. അറബ് റിപ്പബ്ലിക് ഓഫ് ഈജിപ്റ്റ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 27ാമത്തെ ചോദ്യം, സ്നേഹസ്വാന്തനം പദ്ധതി ആർക്കാണ് നൽകി വരുന്നത്? ആർക്കാണ്? സംസ്ഥാനത്തെ എൻഡോസൾഫാൻ ഇരകൾക്കുള്ള പ്രതിമാസ ധനസഹായമാണത് കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 28ാമത്തെ ചോദ്യം, 2012 പോക്സോ നിയമവുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്ന പ്രസ്താവനകളിൽ ഏറ്റവും യോജിക്കുന്ന പ്രസ്താവനകൾ ഏതൊക്കെയാണ്? ഇതിൽ ആദ്യത്തെ 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ് കേട്ടോ. 1, 2, 3 പ്രസ്താവനകൾ ശരിയാണ്. 4ാമത്തത് എന്താണ്? തെറ്റാണ് കേട്ടോ. 4ാമത്തത് തെറ്റാണ്. അപ്പോൾ സമയമില്ലാത്തതുകൊണ്ടാണ് ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക? വായിച്ച് നോക്കുക. എല്ലാവരുടെയും മാർക്ക് ക്ലിയർ ചെയ്യുക കേട്ടോ. 29ാമത്തെ ചോദ്യം, വാത്സല്യനിധി പദ്ധതിയെ സംബന്ധിക്കുന്ന ഏറ്റവും യോജിക്കുന്ന പ്രസ്താവന ഏതാണ്? ഇതിൽ വാത്സല്യനിധി എന്ന് പറയുന്ന പദ്ധതിയുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ 1ഉം 3ഉമാണ് കേട്ടോ. 1ഉം 3ഉമാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. 30ാമത്തെ ചോദ്യം, വിദ്യാജ്യോതി പദ്ധതിയുമായി ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ഏറ്റവും അനുയോജ്യമായത് ഏതാണ്? 1ഉം 2ഉം ശരിയാണ് കേട്ടോ. കേരള സാമൂഹ്യ നീതി വകുപ്പ് സാമൂഹ്യ സുരക്ഷാ മിഷൻ മുഖേന നടപ്പിലാക്കിയത് ഭിന്നശേഷിയുള്ള വിഭാഗത്തിലെ കുട്ടികളെ വിദ്യാഭ്യാസപരമായി ഉയർച്ചയിലേക്ക് കൊണ്ടുവരുന്നതിന്. അത് 2ഉമാണ് ശരി കേട്ടോ. അനുയോജ്യമായത് ഓപ്ഷൻ ബി ആണ് ആൻസർ. 1ഉം 2ഉം ശരിയാണ്. 31ാമത്തെ ചോദ്യം, കേരള സംസ്ഥാനത്തിലെ ഇപ്പോഴത്തെ യുവജനകാര്യ കമ്മീഷൻ ചെയർമാൻ ആരാണ്? ശ്രീ എം ഷാജർ കേട്ടോ. ഓപ്ഷൻ എ ആണ് ശരി കേട്ടോ. ഷാജർ ആണേ. 32ാമത്തെ ചോദ്യം, ഇപ്പോഴത്തെ കേരള ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് ആരാണ്? ജസ്റ്റിസ് ആശിഷ് ജിതേന്ദ്ര ദേശായി കേട്ടോ. ഇദ്ദേഹം ഇപ്പോൾ അടുത്ത് തന്നെ മാറുന്നതാണ്. പുതിയ ആൾ ജോയിൻ ചെയ്യും കേട്ടോ. ഇപ്പോൾ ഇദ്ദേഹം തന്നെയാണ്. ഓപ്ഷൻ ഡി ജസ്റ്റിസ്
ആശിഷ് ജിതേന്ദ്ര ദേശായിയാണ് കേട്ടോ. 33-ാമത്തെ ചോദ്യം, കേന്ദ്ര കാലാവസ്ഥാ വകുപ്പിൻ്റെ മഴ മുന്നറിയിപ്പിനെ സംബന്ധിക്കുന്ന ഏറ്റവും ശരിയായ പ്രസ്താവന ഏതാണ്? വെള്ള നിറം മുന്നറിയിപ്പില്ല എന്നും മഴയില്ല എന്നും സൂചിപ്പിക്കുന്നു. അതേപോലെ തന്നെ ഇതിൽ ശരിയായിട്ട് വരുന്നത് മഞ്ഞ നിറം നിരീക്ഷിക്കുക, മുന്നറിയിപ്പ് പുതുക്കിക്കൊണ്ടിരിക്കുക, ശക്തമായ മഴ ഉണ്ടാകുമെന്ന് സൂചിപ്പിക്കുന്നു. അപ്പോൾ 1ഉം 3ഉമാണ് കേട്ടോ ഇതിനകത്ത് ശരിയായിട്ട് വരുന്നത്. 1ഉം 3ഉമാണ് ശരിയായ പ്രസ്താവന. ഓപ്ഷൻ സി ആണ് ആൻസർ. 34-ാമത്തെ ചോദ്യം നോക്കാം. പേശികളെ അസ്ഥിയുമായി ബന്ധിപ്പിക്കുന്ന യോജക കല ഏതാണ്? ഓപ്ഷൻ ഡി ടെൻഡൻ കേട്ടോ, ടെൻഡൻ. അടുത്ത ചോദ്യം, ജൈവ വൈവിധ്യ സംരക്ഷണാർത്ഥം പൊതുജന പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന സംരക്ഷണ സംവിധാനമാണ് കമ്മ്യൂണിറ്റി റിസർവുകൾ കേട്ടോ. ഓപ്ഷൻ സി കമ്മ്യൂണിറ്റി റിസർവുകൾ. 36-ാമത്തെ ചോദ്യം, ദ്രാവകാവസ്ഥയിലുള്ള യോജക കലയ്ക്ക് ഉദാഹരണം ഏതാണ്? രക്തം കേട്ടോ, രക്തം. 37-ാമത്തെ ചോദ്യം, മനുഷ്യ ശരീരത്തിൽ ഉപാപചയ പ്രവർത്തനങ്ങളുടെ ഫലമായി ഉണ്ടാകുന്ന വിഷവസ്തുവായ അമോണിയയെ വിഷാംശം കുറഞ്ഞ യൂറിയയാക്കി മാറ്റുന്ന അവയവം ഏതാണ്? കരളാണ് കേട്ടോ. ഓപ്ഷൻ ബി കരൾ. 38-ാമത്തെ ചോദ്യം നോക്കാം. മുതിർന്ന വ്യക്തികളിൽ സൊമാറ്റോട്രോപ്പിൻ്റെ അമിത ഉൽപ്പാദനം മൂലമുണ്ടാകുന്ന അവസ്ഥ അക്രോമെഗാലി കേട്ടോ, അക്രോമെഗാലിയാണ്. ഓപ്ഷൻ സി ആണ് ആൻസർ. 39-ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഉമിനീരിൽ അടങ്ങിയിരിക്കുന്ന ഏത് രാസാഗ്നിയാണ് ഭക്ഷണത്തിനുള്ള സൂക്ഷ്മ രോഗാണുക്കളെ നശിപ്പിക്കുന്നത്? ഓപ്ഷൻ എ ലൈസോസൈമാണ് കേട്ടോ. ഓപ്ഷൻ എ ലൈസോസൈം. പ്രമേഹം ബാധിച്ച കുട്ടികൾക്ക് സൗജന്യ ചികിത്സ നൽകുന്നതിന് കേരള ആരോഗ്യ വകുപ്പ് രൂപീകരിച്ച പദ്ധതി ഓപ്ഷൻ ബി മിഠായി കേട്ടോ. ഓപ്ഷൻ ബി മിഠായി. 41-ാമത്തെ ചോദ്യം നോക്കാം. 2024 ലോക പരിസ്ഥിതി ദിന ആഘോഷങ്ങൾക്ക് ആതിഥേയത്വം വഹിച്ച രാജ്യം ഓപ്ഷൻ ഡി സൗദി അറേബ്യ കേട്ടോ. ഓപ്ഷൻ ഡി സൗദി അറേബ്യ. 42-ാമത്തെ ചോദ്യം, 1 മീറ്റർ ഉയരത്തിലുള്ള മേശപ്പുറത്ത് സ്ഥിതി ചെയ്യുന്ന 0.2 കിലോഗ്രാം മാസുള്ള ഒരു ബോക്സിൻ്റെ സ്ഥിതികോർജം എത്രയാണ്? അത് ചെയ്ത് നോക്കേണ്ടതാണ്. ഓപ്ഷൻ സി 2 ജൂളാണ് കേട്ടോ. 2 ജൂളാണ് ആൻസർ കേട്ടോ. 2 ഓപ്ഷൻ സി ആണ് ആൻസർ. 43-ാമത്തെ ചോദ്യം നോക്കാം. നക്ഷത്രങ്ങൾ മിന്നിത്തിളങ്ങുന്നതിന് കാരണമായ പ്രകാശ പ്രതിഭാസം ഓപ്ഷൻ ഡി അപവർത്തനം കേട്ടോ, അപവർത്തനം. 44-ാമത്തെ ചോദ്യം, ഫാരൻഹീറ്റ് സ്കെയിലിൽ 32 ഡിഗ്രി ഫാരൻഹീറ്റ് താപനിലയ്ക്ക് തുല്യമായ സെൽഷ്യസ് സ്കെയിലിലെ താപനില എത്രയാണ്? ഓപ്ഷൻ എ 0 ഡിഗ്രി സെൽഷ്യസ് കേട്ടോ, 0 ഡിഗ്രി സെൽഷ്യസ്. 45-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ ദേശീയ ബഹിരാകാശ ദിനമായി പ്രഖ്യാപിക്കപ്പെട്ട തീയതി ഏതാണ്? ഓഗസ്റ്റ് 23 കേട്ടോ, ഓഗസ്റ്റ് 23 ഓപ്ഷൻ ബി ആണ് ആൻസർ. 46-ാമത്തെ ചോദ്യം നോക്കാം. സൂര്യനെയും ബാഹ്യവലയങ്ങളെയും കുറിച്ച് പഠിക്കാൻ ISRO തയ്യാറാക്കുന്ന ദൗത്യത്തിൻ്റെ പേര് നമുക്കറിയാം, ആദിത്യ L1 ഓപ്ഷൻ സി ആണ് ആൻസർ. 47-ാമത്തെ ചോദ്യം നോക്കാം. രാജദ്രാവകം അക്വാറീജിയ എന്നാൽ നൈട്രിക് ആസിഡ്, ഹൈഡ്രോക്ലോറിക് ആസിഡ് ഇവയുടെ 1:3 പ്രൊപ്പോർഷൻ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 48-ാമത്തെ ചോദ്യം, ഇന്ത്യയിൽ 0 കാർബൺ ആയ നഗരം ഏതാണ്? സാഞ്ചി. ഓപ്ഷൻ സി സാഞ്ചിയാണ്. 49-ാമത്തെ ചോദ്യമാണ്. താഴെ പറയുന്നവയിൽ യഥാർത്ഥ ലായനി ഏതാണ്? സോഡിയം അമാൽഗം കേട്ടോ. ഓപ്ഷൻ ബി സോഡിയം അമാൽഗം. 50-ാമത്തെ ചോദ്യം, താഴെ പറയുന്നവയിൽ സിങ്ക് ബ്ലെൻഡ് എന്നറിയപ്പെടുന്നത് സിങ്ക് സൾഫൈഡ് കേട്ടോ. ഓപ്ഷൻ ഡി സിങ്ക് സൾഫൈഡ്. 51-ാമത്തെ ചോദ്യം, 2023 രസതന്ത്രത്തിനുള്ള നൊബേൽ സമ്മാനം താഴെ പറയുന്നവയിൽ ഏത് വിഷയവുമായി ബന്ധപ്പെട്ടാണ്? ക്വാണ്ടം ഡോട്ട്സ് കേട്ടോ. ഓപ്ഷൻ സി ക്വാണ്ടം ഡോട്ട്സ്. 52-ാമത്തെ ചോദ്യം നോക്കാം. അപ്പുക്കിളി ഏത് കൃതിയിലെ കഥാപാത്രമാണ്? ഖസാക്കിൻ്റെ ഇതിഹാസം കേട്ടോ, ഖസാക്കിൻ്റെ ഇതിഹാസം. ഓപ്ഷൻ ഡി. കീലേരി കുഞ്ഞിക്കണ്ണൻ ഏത് രംഗത്താണ് പ്രശസ്തി നേടിയത്? സർക്കസ് കേട്ടോ. ഓപ്ഷൻ സി സർക്കസ്. അടുത്ത ചോദ്യം, തിക്കൊടിയൻ എന്ന തൂലികാനാമത്തിൽ അറിയപ്പെടുന്ന എഴുത്തുകാരൻ ആരാണ്? കുഞ്ഞനന്ദൻ നായർ. ഓപ്ഷൻ എ ആണ് കേട്ടോ, കുഞ്ഞനന്ദൻ നായർ. പാലിലെ വെണ്ണ പോൽ ബൈതാക്കി ചൊല്ലുന്നേൻ ബാക്കിയം ഉള്ളോവർ ഇതിനെ പടച്ചോവർ ഏത് കൃതിയിലെ വരികളാണിവ? മുഹീദ്ദീൻ മാല കേട്ടോ. ഓപ്ഷൻ സി മുഹീദ്ദീൻ മാല. 56-ാമത്തെ ചോദ്യം, ജ്ഞാനപീഠ പുരസ്കാരം നേടിയ എസ് കെ പൊറ്റക്കാടിൻ്റെ രചനയാണ് ഒരു ദേശത്തിൻ്റെ കഥ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 57-ാമത്തെ ചോദ്യം,
2024 നോർവേ ചെസ് ചാമ്പ്യൻഷിപ്പിൽ മുൻ ലോക ചാമ്പ്യൻ മാഗ്നസ് കാൾസനെ പരാജയപ്പെടുത്തിയ ഇന്ത്യൻ താരം ആരാണ്? ആർ പ്രജ്ഞാനന്ദ. നമുക്ക് എല്ലാവർക്കും അറിയാം, ആർ പ്രജ്ഞാനന്ദയാണ് കേട്ടോ. 58ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 പദ്ധതി നടപ്പിലാക്കുന്നത് ആര്? കേരള വന ഗവേഷണ കേന്ദ്രം കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് കേരള വന ഗവേഷണ കേന്ദ്രം. മൺസൂൺ ക്രോക്സ് ബയോ ബ്ലിറ്റ്സ് 2024 കേട്ടോ. 59ാമത്തെ ചോദ്യത്തിലേക്ക് പോകുന്നു. ബൈറ്റ്, കിലോബൈറ്റ്, മെഗാബൈറ്റ് ഡാഷ് ടെറാബൈറ്റ്, ഇതിൽ വിട്ടുപോയത് പൂരിപ്പിക്കുക. ഏതാണ്? ഗിഗാബൈറ്റ് കേട്ടോ. ഗിഗാബൈറ്റ് ആണ് ഓപ്ഷൻ ബി ആൻസർ. അടുത്ത ചോദ്യം, 60ാമത്തെ ചോദ്യം. തന്നിരിക്കുന്ന സോഫ്റ്റ്വെയറും അതുണ്ടാക്കിയ കമ്പനിയും ശ്രദ്ധിക്കുക. എഡ്ജ് മൈക്രോസോഫ്റ്റ്, ഫോട്ടോഷോപ്പ് മൈക്രോസോഫ്റ്റ്, മാക് ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആപ്പിൾ, ആൻഡ്രോയിഡ് ഗൂഗിൾ, ഇതൊക്കെ തന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതിൽ 1, 3, 4 ഇവ മാത്രമാണ് ശരി കേട്ടോ. 1, 3, 4 രണ്ടാമത്തെ എന്താണ്? തെറ്റാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 61ാമത്തെ ചോദ്യം. കൂട്ടത്തിൽ ചേരാത്തത് ഏത്? ഓപ്ഷൻ സി ആണ് ലാൻ വാൻ മാൻ. അത് മറ്റേ നെറ്റ്വർക്കിൻ്റെ ഇതാണ്. അപ്പോൾ അതിന് ഉൾപ്പെടാത്തതാണ് ക്യാൻ ആണ് കേട്ടോ. ഓപ്ഷൻ സി ആണ് ആൻസർ. 62ാമത്തെ ചോദ്യം. താഴെ പറയുന്നവയിൽ മെറ്റ എന്ന കമ്പനിയുമായി ബന്ധമില്ലാത്ത സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോം ഏത്? ടെലിഗ്രാം കേട്ടോ. ഓപ്ഷൻ ബി ടെലിഗ്രാം. 63ാമത്തെ ചോദ്യം. ഡീപ് ഫേക്ക് എന്നാൽ എന്താണ്? വ്യാജ ചിത്രങ്ങൾ, വീഡിയോ എന്നിവ നിർമ്മിക്കാൻ AI ഉപയോഗിക്കുന്നതാണ് ഡീപ് ഫേക്ക് എന്ന് പറയുന്നത് കേട്ടോ. ഓപ്ഷൻ ബി ആൻസർ. 64ാമത്തെ ചോദ്യം. വിവരാവകാശ നിയമം 2005 പ്രകാരം സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെ നിയമിക്കുന്നത് ആരാണ്? സംസ്ഥാനത്തിലെ ഗവർണർ. ഓപ്ഷൻ ബി ആണ് ആൻസർ. 65ാമത്തെ ചോദ്യം. ഉപഭോക്തൃ സംരക്ഷണ നിയമം 2019 പ്രകാരം ഉപഭോക്തൃ സംരക്ഷണയുടെ നിർവചനത്തിൽ ഉൾപ്പെടുത്താത്ത സേവനങ്ങൾ ഏതാണ്? നിസ്വാർത്ഥ സേവനങ്ങൾ കേട്ടോ. ഓപ്ഷൻ എ ആണ് ആൻസർ. 66ാമത്തെ ചോദ്യത്തിലേക്ക് പോകാം. ഇവയിൽ ഏതാണ് പട്ടികവർഗക്കാർക്കായുള്ള ദേശീയ കമ്മീഷൻ്റെ പ്രവർത്തനം അല്ലാത്തത്? ഇവിടെ കൊടുത്തിട്ടുണ്ട്. പട്ടികവർഗ സംരക്ഷണവുമായി ബന്ധപ്പെട്ട റിപ്പോർട്ട് പ്രധാനമന്ത്രിക്ക് സമർപ്പിക്കുന്നു. പ്രധാനമന്ത്രിക്കല്ല, പ്രസിഡന്റിനാണ് സമർപ്പിക്കുന്നത്. പ്രസിഡന്റിന് സമർപ്പിച്ചു കഴിഞ്ഞ് പ്രസിഡന്റാണ് എവിടെ കൊടുക്കുന്നത്? പാർലമെൻറ്റിൽ അവതരിപ്പിക്കുന്നത് കേട്ടോ. പാർലമെൻറ്റിലേക്ക് വെക്കുന്നത് ആരാണ്? പ്രസിഡന്റാണ്. ഇനി സംസ്ഥാനങ്ങളുമായി ബന്ധപ്പെട്ട കാര്യമാണെങ്കിൽ പ്രസിഡന്റ് ആർക്ക് കൊടുക്കുന്നു? ഗവർണർക്ക് കൊടുക്കുകയും ഗവർണർ അത് നിയമസഭയിൽ, സംസ്ഥാന നിയമസഭയിൽ വെക്കുകയും ചെയ്യുന്നു കേട്ടോ. അങ്ങനെയാണ്. അപ്പോൾ ഓപ്ഷൻ സി ആണ് അവിടെ ആൻസർ കേട്ടോ. 67ാമത്തെ ചോദ്യം. ഗാർഹിക അതിക്രമത്തിൻ്റെ നിർവചനത്തിൽ വരുന്ന കാര്യങ്ങൾ ഏതൊക്കെയാണ്? ഈ പറഞ്ഞിരിക്കുന്ന എല്ലാം കേട്ടോ. മാനസികവും ശാരീരികവുമായി പരാതിക്കാരിയാളിനെ ഉപദ്രവിക്കുക, സ്ത്രീധനം നേടുന്നതിന് പരാതിക്കാരുടെ ബന്ധുവിനെ ശല്യം ചെയ്യുക, സാമ്പത്തിക ചൂഷണം, ഇതെല്ലാം വരും കേട്ടോ. ഓപ്ഷൻ ഡി ആണ് ആൻസർ. 60ാമത്തെ ചോദ്യം. ലൈംഗിക അതിക്രമങ്ങളിൽ നിന്നും കുട്ടികളെ സംരക്ഷിക്കുന്ന നിയമം പോക്സോ ആക്ട് നിലവിൽ വന്ന വർഷം 2012 ആണ് കേട്ടോ. ഓപ്ഷൻ എ ആൻസർ. 69ാമത്തെ ചോദ്യം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ്റെ ചെയർമാൻ ആരാണ്? ജസ്റ്റിസ് അരുൺ കുമാർ മിശ്ര. ഓപ്ഷൻ ബി ആണ് ആൻസർ. 70ാമത്തെ ചോദ്യം. ദേശീയ വനിതാ കമ്മീഷൻ ചെയർമാൻ ആരാണ്? രേഖ ശർമ്മ കേട്ടോ. രേഖ ശർമ്മ.